NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി BJP നേതാവും മുൻ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. പെരുന്നയിലെ NSS ആസ്ഥാനത്തായിരുന്നു ഈ കൂടിക്കാഴ്ച. PS ശ്രീധരൻപിള്ളയുമായി രാഷ്ട്രീയാതീതമായ സൗഹൃദമാണുള്ളതെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. സൗഹൃദ സന്ദർശനമായിരുന്നു എന്നായിരുന്നു പ്രതികരണം. ആ പ്രതികരണങ്ങൾ കാണാം. സൗഹൃദ സന്ദർശനമായിരുന്നു. അദ്ദേഹം പുതുതായിട്ട് എഴുതിയ 2 പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്നല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. അതിൽ ഞാൻ അഭിമാനവും കൊള്ളുന്നുണ്ട്. BJP ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞല്ലോ. NSSുമായി തർക്കമില്ലെന്ന് PS ശ്രീധരൻപിള്ളയും പറഞ്ഞു. ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല, താൻ ആരോടും അഭിപ്രായം പറഞ്ഞിട്ടുമില്ലെന്നും PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ഞാൻ എൻ്റെ സൗഹൃദത്തിന് എപ്പോഴും മണിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കരുതുന്നതാണ്. ഞാൻ ഇതിനു മുമ്പും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, സൗഹൃദ സന്ദർശനമാണ് എന്ന് ഇരുവരും പറയുമ്പോഴും PS ശ്രീധരൻപിള്ളയുടെ NSS ആസ്ഥാനത്തേക്കുള്ള ഈ വരവിന് ഒരു രാഷ്ട്രീയ നിറമുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം GK. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് സുകുമാരൻ നായർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് SNDP NSS ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിനിടയിലാണ് BJP നേതാക്കളുടെ അല്ലെങ്കിൽ BJPയുടെ നിലപാടിനെതിരെയുള്ളൊരു വിമർശനം. അത് പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. കേന്ദ്ര സർക്കാർ യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു അതിരൂക്ഷ വിമർശനമാണ് അന്ന് സുകുമാരൻ നായർ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP വോട്ടിന് വേണ്ടിയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോയി. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തി. അങ്ങനെ BJPക്കെതിരായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം നമുക്ക് കാണാൻ സാധിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നൊരു പശ്ചാത്തലത്തിൽ പ്രഥമദൃഷ്ടിയ ഇത്തരത്തിലുള്ള ഒരു അകൽച്ച NSSുമായി BJPക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ പരക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ BJP നേതാക്കൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സൗമ്യനായിട്ടുള്ള അല്ലെങ്കിൽ സുകുമാരൻ നായരുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ശ്രീധരൻപിള്ളയെ തന്നെ ഇതിനുവേണ്ടി നിയോഗിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഒരു കല്യാണത്തിന് വന്നപ്പോൾ കയറിയതാണ്, NSSലേക്ക് കയറിയതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയത് സുകുമാരൻ നായർക്ക് കൈമാറി. ഒരു 10 മിനിറ്റ് നേരം മാത്രമേ അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയുള്ളൂ. ഈ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയമായിട്ട് BJPയുമായി അകൽച്ചയിലില്ല എന്നുള്ള, അങ്ങനെ ഒരു അകൽച്ചയിലേക്ക് പോകരുതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിനുശേഷം പുറത്തിറങ്ങിയ ശ്രീധരൻപിള്ള അക്കാര്യം തന്നെ പറയുകയും ചെയ്തു. അതായത് NSSന് BJPയോട് യാതൊരു തരത്തിലുമുള്ള അകൽച്ചയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രാഷ്ട്രീയം വായിച്ചെടുക്കണം. ഒപ്പം തന്നെ SNDP നേതൃത്വത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം പോയി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ NSS SNDP ഐക്യം നടക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ആ ഐക്യം വരുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.